ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി സീറ്റുകൾ നേടാൻ തന്ത്രം മെനയുകയാണ് ലക്ഷ്യം. സഹിൻ ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. സഹിൻ, കൂടുതൽ വോട്ട് ചേർക്കുന്നവരെ ആദരിക്കുന്ന അടക്കമുള്ള പരിപാടികൾ അവിടെ ഉണ്ട് എന്നാണ് സഹിൻ തന്നെ റിപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല, ഇനി ജമ്മു കശ്മീരിൽ നിന്നാണെങ്കിലും ആളെ കൊണ്ടുവന്ന് വിജയിക്കാനുള്ള തന്ത്രം ആവിഷ്കരിക്കും എന്ന് ബി ഗോപാലകൃഷ്ണനെ പോലുള്ള നേതാക്കന്മാർ പറയുന്നു. അമിത്ഷാ എന്താണ് ആ വേദിയിൽ പറഞ്ഞത്? ലക്ഷ്മി, മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ചും റിപ്പോർട്ടർമാർക്ക് അതിനകത്തേക്ക് പ്രവേശനമില്ലായിരുന്നു. ക്യാമറമാൻമാർ മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അതും ഒരു ഉദ്ഘാടന സെഷൻ മാത്രമാണ് ക്യാമറമാൻമാർക്കും അതിനകത്ത് പ്രവേശനമുണ്ടായിരുന്നത്. എന്തായാലും ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നിന്നുമുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ കൂടുതൽ വിശദവിവരങ്ങൾ നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. പ്രധാനമായിട്ടും ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ വോട്ട് ചേർത്ത ആളുകളെ ആദരിക്കുന്ന ചടങ്ങുകൾ വരെ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിലേക്ക് എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ബി.ജെ.പി. പ്രയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പരമാവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക, അതിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളൊരു തന്ത്രം. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതാക്കളെയും ജില്ലാ നേതാക്കളെയും കൂടാതെ മണ്ഡലം ഭാരവാഹികളെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നേതൃയോഗം ഇപ്പോൾ കൊച്ചിയിൽ നടത്താൻ തീരുമാനിച്ചതും. അങ്ങനെ നേതൃയോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.